ഇതിപ്പോ വിൻസെന്റ് സാർ അല്ലേ? അതെ. സാറിന്റെ ഷോപ്പിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാ. ആണോ? ഹാ. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാ. സാറിന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാ? മക്കള് ഈ ദേവമാത നല്ല സ്കൂളാ. റെസ്റ്റ് എടുത്താ മതി. വന്നേ. സാറിന്റെ ബ്രദറാണോ? സാറിന്റെ 4 മക്കളിൽ 3ാമത്തെ മകനാ. മൂത്ത മോക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഏർലി മാരേജാ. ഓ, ഹാവ് എ ഗുഡ് ഡേ. ഏർലി മാരേജ്. വന്നേ. നിനക്കെന്താടാ ഒരു കുശുമ്പ്? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടെന്നുള്ള നേരാ. പക്ഷെ അവള് മരിച്ചിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നതേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ടാണ്. അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് ഈ വയർ ഉള്ളിലേക്ക് കുടിച്ച് ശ്വാസം വിടാതിരുന്നത്. എപ്പോ? ഞാൻ കണ്ടു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മറിയാമ്മേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച TC മറിയാമ്മ. നീ ഇപ്പോഴും നല്ല സിമിട്ടനായിട്ട് നടക്കുന്നു. ഞാനാണെങ്കിൽ 100,000 സൂക്കേടും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുവാ. കാലിന് എന്ത് പറ്റി? അത് പ്രായത്തിന്റെ തന്നെ, അല്ലാണ്ടെന്താ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ? ചിലരൊക്കെ ബാക്കിയുണ്ട്. സെബാസ്റ്റ്യൻ കഴിഞ്ഞൊല്ലം മരിച്ചു. ഏത്? നമ്മുടെ പോലീസുകാരന്റെ മോൻ സെബാസ്റ്റ്യനോ? അത് തന്നെ. എങ്ങനെ? പ്രായമായ പിന്നെ ആളുകൾ മരിക്കൂലേ? രാജപ്പനും ക്ലാരമ്മയും മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ്. അടുത്തത് ഞാനാണോ നീയാണോ എന്ന് ആർക്കറിയാം. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശരി. അയ്യോ, അതെന്ത് പോകാടാ. നമുക്കിത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ. 6 മാസം കഴിഞ്ഞേ വരും. ബൈ. വലിയ ചിരി വേണ്ട കേട്ടോ. അപ്പൊ ഈ ക്ലാസ്മെന്നെ കണ്ടപ്പോ അപ്പൻ അമ്മച്ചെ മിസ് ആവുന്നില്ലേ? അതേടാ, മിസ് ആവുന്നുണ്ട്. നിന്റെ അമ്മച്ചിയല്ലേ എന്റെ അമ്മച്ചിയെ. അപ്പാ, ഇന്നാൾ അപ്പൻ എൻ്റെ കൂടെ കണ്ടപ്പോ എൻ്റെ ഒരു ഫ്രണ്ടും ആ പെൺകുട്ടി വെച്ച് അതേ ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ബ്രദേഴ്സ് ആണോന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ. അപ്പൻ എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പാ? മോനെ ജോമോനെ, കം ടു ദ പോയിന്റ്. അല്ല, ഞാൻ ഈ പെട്രോളിന്റെ വിലേനെ പറ്റി ഓർക്കായിരുന്നു. ഈ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടുന്നതുകൊണ്ട് ഒരു ദിവസം കാറിൽ എത്ര കൂടെ പെട്രോൾ അടിക്കുന്നു. ഓ, അപ്പന്റെ കാശ് കളയുന്നതിന്റെ ദണ്ണം. ബസ്സിലോ നടന്നോ പോയാ പോരെ? അതല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ അത് മതിയായിരുന്നു. ബൈക്കോ? ബൈക്കൊന്നും വേണ്ട, അതൊക്കെ റിസ്കാ. അല്ല, ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു. ഏതായാലും ബൈക്ക് വേണ്ട. ഇങ്ങോട്ട്. അങ്ങനെ ഇപ്പൊ നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം കേട്ടോ. കോയിരാള. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഷർട്ട് അവള് തേച്ചു തരുമായിരുന്നു. അല്ലാണ്ട് എന്താ? അതല്ല, ഒരു ബൈക്കിന് അപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു നല്ല നിലയിലായ പിന്നെ അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്റെ മോൻ അപ്പൻ്റെ അടുത്തൊന്നും കെഞ്ചിയിരുന്നെങ്കിലോ എന്ന് അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നുന്നില്ലടാ. എടാ, ബൈക്ക് ഡേഞ്ചറാടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട. ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചോടിക്കണം. നമ്മുടെ പാലക്കര സണ്ണിയില്ലേ, ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ? കാശ് നിന്റെ തരില്ല. ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ, അത് പോരെ? അത് മതി, അത് മതി. അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പാ, എന്താടാ? അപ്പനാണപ്പാ ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ. പോടാ കഴുതേ. 25,000 പ്ലസ് 30,000 പ്ലസ്. ജോർജേ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് വെച്ചെങ്കിൽ 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് വെച്ചെങ്കിൽ 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറ് ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? It's time to wonder, make you feel the thunder. New trends
എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പൻ്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പുറം ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ അന്തസ്സെന്ന്. അപ്പൊ മേഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ? ആ അപ്പൻ്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പൻ്റെ അന്തസ്സല്ലേ ഇല്ലാണ്ടാവണേ? അപ്പൻ്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ. എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാഗം വെക്കുമ്പം ഈ കിടക്കുന്ന അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താൽ മതി കേട്ടാ. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോൾ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. നീ അനുസരിക്കും. മനസ്സിലായോ? ഓ. നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ എന്റെ എക്സാം അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയാ. അപ്പാ സ്റ്റിൽ ഐ ലവ് യു. ചേച്ചി ഒന്ന് ഗ്യാപ്പ് കൊടുത്തേക്ക്. കേറി വാ മോളെ വേഗം. അവിടെ കൊച്ചു മുതലാണ്. ഒന്നിരിക്കുന്നേ മുതലാളി വന്നാൽ കണ്ടില്ല നിങ്ങള്. അയ്യോ മുതലാളി എന്താ ഇതില്? എന്നെ മുതലാളി എന്ന് വിളിക്കാം. ഐ എം എ സോഷ്യലിസ്റ്റ്. ജോമോൻ ടി വിൻസെന്റ്, ഈ വിൻസെന്റ് മോട്ടേഴ്സിന്റെ. അതാ പോയി ജോലി ചെയ്തോളൂ. ആയിക്കോട്ടെ. ബെല്ലൊക്കെ കാണിച്ചോളാം. സിമ്പിളാ. ചേട്ടൻ നാളെ ഉണ്ടാവോ? ഇനി അങ്ങോട്ട് ഡെയിലി ഉണ്ടാവും. എന്താ കുട്ടിയുടെ പേര്? ആതിര. ഹായ്. പേരെന്താന്ന് പറഞ്ഞു? ജോമോൻ ടി വിൻസെന്റ്. സ്പെക്സ് കൊള്ളാണോ? ചേട്ടൻ നല്ല സ്മാർട്ടാണ്.